ഹായ് മക്കളെ, വെൽക്കം ടു വിന്നേഴ്സ് കോച്ചിങ് സെന്റർ. സാറിന്റെ പേര് അഭിഷേക് എന്നാണ്. ഇവിടെ ബേസിക് സയൻസ് എടുക്കുന്ന അധ്യാപകനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനുള്ള ഒരുപാടധികം രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു അടിപൊളി സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു വർഷം നമ്മുടെ ബേസിക് സയൻസിനകത്ത്, അതായത് അടിസ്ഥാന ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഈ ഒരു സബ്ജക്റ്റിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം. സോ അതിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ടുവേർഡ്സ് 100-fold yield, വിളയിക്കാം 100 മേനി എന്ന് പറയുന്ന ഒരു അടിപൊളി കിടുക്കാച്ച ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീനറിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക അല്ലെ. അതെന്താണ്? ഒരു പാടം, അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കർഷകൻ കാണാനായിട്ട് പറ്റും. അതിനകത്ത് എന്താ പറയാ, ഈ പറയുന്ന രീതിയിലുള്ള കുറച്ച് കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ടുവേർഡ്സ് 100-fold yield, വിളയിക്കാം 100 മേനി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഒക്കെ കേൾക്കുന്ന സമയത്ത് ബേസിക്കലി നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്തിനെ കുറിച്ചിട്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ പാടമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നതിന്റെ എന്താണ്? കൃഷി, അഗ്രികൾച്ചർ അല്ലെ. അപ്പൊ ടുവേർഡ്സ് 100-fold yield, അതായത് വിളയിക്കാം 100 മേനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് ലഭിക്കണം. അല്ലാതെ വെറുതെ കൃഷി ചെയ്തിട്ട് ഒരു തൈ മാത്രം ഉണ്ടായി അതിൽ നിന്ന് ആകെ കൂടി വളരെ കുറച്ച് എന്താ പറയാ, കുറച്ച് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കുറച്ച് അരി, കുറച്ച് നെല്ല് മാത്രം കിട്ടി, അങ്ങനെയല്ല. നമ്മൾ ഒരുപാട് yield കിട്ടണം. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം yield കിട്ടണം, അതിന്റെ ഫലം കിട്ടണം എന്നുള്ള അതെങ്ങനെയൊക്കെയാണ്, അതിന് എന്തെങ്കിലും ടെക്നിക്കുകൾ ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നതിൽ നിന്ന് വിട്ട് എന്തെങ്കിലും കൃഷി രീതികളൊക്കെ ഉണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് 100-fold yield, വിളയിക്കാം 100 മേനി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. സോ ആ ചാപ്റ്ററിലോട്ട് തന്നെ നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം കൃഷി എന്ന് പറയുന്നതിന്റെ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുന്നത് എന്താണ്? നല്ല അടിപൊളി ഒരു സീനറിയാണ് അല്ലെ, ഒരു അടിപൊളി പാടത്തിന്റെ ഒരു ഫോട്ടോയാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും എത്രത്തോളമാണ് ഇപ്പൊ ഈ പറയുന്ന കൃഷി എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്നുള്ളത് അല്ല. ഇപ്പൊ നമുക്കറിയാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ലേടാ. എല്ലാവർക്കും എന്താണ്? ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫുഡ് നമ്മളൊക്കെ ഇപ്പൊ ഹോട്ടലിൽ പോയിട്ടായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി തരുന്നുണ്ടായിരിക്കും. ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടുന്നു? കടയിൽ കിട്ടുന്നു. ഈ കടയിലേക്ക് എവിടുന്ന് കിട്ടുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നോർമലി നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന പാടത്തൊക്കെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ നെല്ലാണ് നമ്മൾ അരി വേവിച്ചിട്ട് നമ്മൾ തിന്നുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ കുറെ പച്ചക്കറികൾ, കുറെ ഫ്രൂട്ട്സ്, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡുകളാണെന്നുണ്ടെങ്കിൽ പോലും, അതായത് ഇപ്പൊ ഈ ഒരു മന്തി അല്ലാന്നുണ്ടെങ്കിൽ ഈ മന്തി റൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം? പാടത്ത് പോയി കൃഷി ചെയ്യണം. കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും? അരി കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. ആ റൈസ് വെച്ചിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക? കുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ നമുക്കിപ്പോ ചിലപ്പോൾ എല്ലാവരും പച്ചക്കറി തന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. ഈ നല്ല രീതിയിലുള്ള ചിക്കൻ വെറൈറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്താ പറയാ നോൺ വെജ് ആൾക്കാരുണ്ടായിരിക്കും. ഈ നോൺ വെജിനെ നമ്മൾ കൃഷി എന്ന് തന്നെയാണ് പറയുന്നുണ്ടായിരിക്കും. ഇപ്പൊ കോഴികളൊക്കെ വളർത്തുന്നതിനെ പൗൾട്രി ഫാമിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഫുഡ്. ആ ഫുഡ് എങ്ങനെ ഉണ്ടാവുന്നു, ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കൃഷിയുടെ മഹത്വം എന്താണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ പരിപാലിച്ച് പോകുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുക. ആരെങ്കിലും കൃഷി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കഴിയുന്നതോടുകൂടി ചിലപ്പോൾ ആ ഒരു ഇഷ്ടം ഒക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും. അപ്പൊ നോക്കിയാലോ നമ്മൾക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനകത്ത് നമുക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പയ്യൻ, ഓക്കെ, ആ പയ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെടി നട്ട് വളർത്തുന്നുണ്ട്. ഇത് സപ്പോസ് ഇത് നിങ്ങളാണെന്ന് തന്നെ വിചാരിക്കാം. അപ്പൊ എന്തൊക്കെ എക്സ്പെക്ടേഷൻ ആകും? നടുന്നത് ഒരു മാവിന്റെ തൈ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ഇതാ മതി. ഓക്കെ, മാവിന്റെ തൈയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്? ഒരു മാവിന്റെ തൈ നമ്മളിങ്ങനെ നടുവാണ്. അപ്പൊ നമുക്കിങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരു ചെടി, ഒരു തൈ നടുന്ന സമയത്ത്, സപ്പോസ് ഒരു മാമ്പഴം അല്ലെങ്കിൽ ഒരു മാവിന്റെ തൈ നടുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ? നമുക്ക് കുറെ മാങ്ങ ഉണ്ടാവണം അല്ലെ. അതുപോലെ നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം. അതേപോലെ തന്നെ നല്ല വലിയ മാങ്ങയായിരിക്കണം. അങ്ങനെ ഒരുപാടധികം എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ വൈൽ പ്ലാന്റിംഗ് എ മാംഗോ സാപ്ലിംഗ്? എന്തൊക്കെയാണ് ഒരു മാവിന്റെ തൈ നടുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്?
ഷുഡ് yield ക്വിക്ലി. അതായത് നമുക്ക് ഒരു ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ കാലം ഒന്നും കാത്തിരിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, കുറെ കാലം വർഷങ്ങളോളൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ ഈ ഒരു ഫ്രൂട്ട്, ഈ ഒരു മാമ്പഴം ഉണ്ടാവാനാണെന്നുണ്ടെങ്കിൽ അതൊരു ത്രില്ല് അങ്ങോട്ട് പോയി കിട്ടും അല്ലെ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്രൂട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഏറ്റവും ആദ്യത്തെ എയിം എന്ന് പറയുന്നത്. സോ ആദ്യത്തെ പോയിന്റ് അത് തന്നെയാണ്, ഷുഡ് yield ക്വിക്ലി. പെട്ടെന്ന് തന്നെ എന്തുണ്ടാവണം, അതിന്ന് ഫ്രൂട്ട് നമുക്ക് മാങ്ങ കിട്ടണം, മാങ്ങ തിന്നണം. അടുത്തത് മസ്റ്റ് yield plenty. അതായത് ഒരു മാവ് നട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1-2 മാങ്ങ ഉണ്ടായിട്ട് അത് നിർത്താനായിട്ട് പാടില്ല, കുറേ മാങ്ങകൾ ഉണ്ടാവണം. കുറേ മാങ്ങ, നമ്മുടെ ആഗ്രഹം എന്താ പറയാ അവസാനിക്കുന്നത് വരെ. ഇപ്പൊ ഈ സമ്മർ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങയുടെ സീസൺ ആണല്ലേ. അപ്പോൾ നമുക്ക് കുറേ മാങ്ങ, എത്ര മാങ്ങ എന്ന് കഴിഞ്ഞാലും നമുക്ക് എന്ത് വരുന്നുണ്ടാവില്ല, ഒരു ആശ്വാസം വരുന്നുണ്ടാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഒരുപാട് മാങ്ങ കിട്ടണം. അപ്പൊ അതാണ് പറയുന്നത് മസ്റ്റ് yield plenty. നല്ല രീതിയിൽ കുറേ മാങ്ങകൾ ഉണ്ടാവണം. then yield should have good quality. അതായത് ഉണ്ടാവുന്ന മാങ്ങ ഈ കേടായി പോയത്, പഴുത്ത് എപ്പോഴും വീണ് പോകുന്നത്, വാടി വീഴുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. നമുക്ക് നല്ല ഫ്രൂട്ട് ആയിരിക്കണം, കേടൊന്നും ഇല്ലാത്ത, ഡിസീസ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി മാങ്ങയായിരിക്കണം. ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. ഓക്കെ, ഈ എക്സ്പെക്ടേഷൻ എപ്പോഴും മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മാവ് വെച്ച് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന മാങ്ങ കിട്ടുമോ? നോർമലി കിട്ടുന്നുണ്ടായിരിക്കില്ല. അത് എന്തിൻ്റെയൊക്കെ കുറവുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നേരെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കില്ല, നേരെ വളം ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം എപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ അതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. എന്നും വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല സൂപ്പർ മാങ്ങ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്നും വളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പർ മാംഗോസ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതൊക്കെ ഓടി കഴിച്ചോട്ടെ. പക്ഷേ നമ്മളിങ്ങനെ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതും റിയാലിറ്റി എന്ന് പറയുന്നതും എന്താണ് വേറെ ആയിരിക്കും. അപ്പൊ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്, നിറയെ മാങ്ങ ഉണ്ടാവണം, ഈ മാവുമ്പോ നിറയെ മാങ്ങ ആയിരിക്കണം, മാങ്ങ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ ഒന്നില്ലെങ്കിലും കുഴപ്പമില്ല, കുറെ മാങ്ങ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി. നമ്മുടെ മാംഗോ ട്രീ ഭയങ്കര ഹാപ്പിയാണ് അല്ലെ, കുറെ മാങ്ങ വേണം, അപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എപ്പോഴും ഇത് തന്നെയായിരിക്കും നമ്മുടെ എക്സ്പെക്ടേഷൻ തന്നെയായിരിക്കും റിയാലിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോ മാവ് മാത്രമേ വളർന്നിട്ടുണ്ടായിരിക്കുള്ളൂ, അതിന്റെ കൂടെ എന്ത് വളർന്നിട്ടുണ്ടാവില്ല, മാങ്ങ. മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്കൊരു മാങ്ങേനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. സോ അത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഞാൻ നന്നായി നോക്കാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു നല്ല മാങ്ങ ഉണ്ടാവാഞ്ഞ്. അതിന്മേ വിഷമിച്ചിരിക്കാതെ അത് അങ്ങനെ ഒരു നല്ല yield കിട്ടാൻ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നമ്മുടെ എക്സ്പെക്ടേഷൻ ഈക്വൽ ടു റിയാലിറ്റി ആക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരും, നല്ല എവിടെയെങ്കിലും കൊണ്ടായിട്ട് ഒന്ന് നമുക്ക് ചെടീനെ നട്ട് കഴിഞ്ഞാൽ, ഈ മാവിന്റെ തൈനെ നട്ട് കഴിഞ്ഞാൽ അത് വളരുമോ നേരെ ചൊവ്വേ? ഇല്ല. എവിടെയെങ്കിലും കൊണ്ടായിട്ട് നട്ട് കഴിഞ്ഞാലൊന്നും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഈ മാവ് നേരെ ചൊവ്വ വളരുന്നുണ്ടായിരിക്കില്ല. അതിന് പ്രോപ്പർ ആയിട്ടുള്ള സൂര്യപ്രകാശം കിട്ടണം. ഓക്കെ, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, സൂര്യപ്രകാശം, നല്ല ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കണം. അത് തോന്നിയ ക്ലൈമറ്റിലൊക്കെ പോയിട്ട് നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, നമ്മൾ വിചാരിച്ച നമ്മുടെ എക്സ്പെക്ടേഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരിക്കണം. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നല്ല ക്ലൈമറ്റ് ആയിരിക്കണം. പിന്നെ നല്ല മണ്ണായിരിക്കണം. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റുമോ, നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള നല്ല സൂപ്പർ മണ്ണിലായിരിക്കണം. അതായത് നല്ല ഫലഭൂയിഷ്ഠതയുള്ള മണ്ണിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന പ്ലാന്റിനെ നടേണ്ടത് എന്നുള്ളതാണ്. ദെൻ നല്ല ക്വാളിറ്റി ഉള്ള സീഡ് ആയിരിക്കണം. കേടുവന്ന വിത്ത് അല്ലെങ്കിൽ പൊട്ടിപ്പോയ വിത്തിന്റെ പകുതി, അല്ലാതെങ്കിൽ എന്തെങ്കിലും കമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ചെടി വളർത്തുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല. നല്ല ക്വാളിറ്റി ഉള്ള സീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഈ പറയുന്ന പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം, നടീൽ വസ്തുക്കളായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ നട്ട് വളർത്തുന്ന ഈ ഒരു കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ഒരു ചെടീനെ പരിപാലിച്ച് കെയർ ചെയ്ത് സ്നേഹിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, നട്ട് വളർത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിനെ തിന്ന് നശിപ്പിക്കാൻ കുറച്ച് കീടങ്ങൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ കീടങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള കീടനാശിനികൾ
പെസ്റ്റിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ കൂടെ ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മുടെ എക്സ്പെക്ടേഷനിലേക്ക് തന്നെ നമ്മൾ എത്തുന്നുണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പറയുന്ന നല്ല ഈ ഓരോരോ കൃഷി, ഇപ്പൊ മാവിന്റെ തൈ മാത്രമല്ല എന്ത് കൃഷി ചെയ്യുമ്പോഴായാലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. There are so many factors to be considered while cultivating plants. ചെടികൾ നട്ടു വളർത്തുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ, നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ആയിരിക്കണം, നല്ല ഫലഭൂയിഷ്ടിയുള്ള മണ്ണായിരിക്കണം. ഓക്കെ, ഇതിനടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കണം, നല്ല കാലാവസ്ഥയിൽ വേണം നടാനായിട്ട്, അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കണം. ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉള്ള സീഡ്സ് ആയിരിക്കണം, നല്ല പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം. എന്താണ് സീഡ്സും പ്ലാന്റിംഗ് മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസം? എപ്പോഴും ഒരു ചെടി വളരുന്നുണ്ടായിരിക്കുക വിത്തിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ വേരിൽ നിന്ന് വളരാം, ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ തണ്ടിൽ നിന്നൊക്കെ വളരാൻ ചാൻസ് ഉണ്ട്. സോ നല്ല ക്വാളിറ്റി ആയിരിക്കണം, സീഡ് ആയാലും ഇത്തരത്തിലുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയാലും നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ഗുണമേന്മയുള്ളതായിരിക്കണം. അതാണ് പറയുന്നത് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ. ദെൻ പെസ്റ്റ് കൺട്രോൾ, നല്ല രീതിക്ക് കീടങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ദെൻ പ്രോപ്പർ ഇറിഗേഷൻ, നല്ല രീതിയിലുള്ള ഇറിഗേഷൻ ആയിരിക്കണം, നല്ല രീതിയിലുള്ള ജലസേചനമായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. സെറ്റ് അല്ലേ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരേണ്ടത്. സെറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് നമുക്ക് പോകാം. സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ. വിത്തുകളും വിത്ത് കൂടാതെ ഏതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന പ്ലാന്റ്സിനെ വളർത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ ആയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് അത്ര കണ്ട് ഇഷ്ടമല്ലാത്ത ഒരു പ്ലാന്റ് ആണ് അല്ലെ ഈ പറയുന്ന സാധനം. എന്താണ് ഈ കാണുന്ന സാധനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അത്ര കണ്ട് ഇഷ്ടമല്ലാത്ത, പേരിൽ തന്നെ കയ്പുള്ള നമ്മുടെ കയ്പക്കായയാണ് അല്ലെ, ബിറ്റർ ഗോഡ്. ഓക്കെ, അപ്പം ഈ പറയുന്ന പ്ലാന്റ്, ഈ പ്ലാന്റിനകത്ത് ഫ്രൂട്ട് ഉണ്ടായിരിക്കും. ആ ഫ്രൂട്ട് പഴുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടായിരിക്കും? സീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് വിത്ത് കിട്ടുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്ലാന്റിനകത്ത് ഫ്രൂട്ട് ഉണ്ടായിരിക്കും, ആ ഫ്രൂട്ടിൽ നിന്ന് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? വിത്ത് കിട്ടുന്നുണ്ടായിരിക്കുക. എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ എവിടെയാണ് സീഡ്സ് ഉണ്ടാവുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമുക്കറിയാം എവിടെയാണ് സീഡ് ഉണ്ടാവുന്നത്? ഫ്രൂട്ടിനകത്താണ് സാർ. ഓക്കെ, വാട്ട് അബൌട്ട് ഫ്രൂട്ട്സ്? ഫ്രൂട്ട്സ് എപ്പോൾ എവിടെ ഉണ്ടാവണേ? ഫ്രൂട്ട്സ് പ്ലാന്റുമേ, നമുക്കറിയാവുന്ന കാര്യം. Then what factors should be considered while selecting best seeds? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല വിത്ത് തെരഞ്ഞെടുത്താലാണ് നമ്മൾ വിചാരിച്ച പോലെ കുറേ മാങ്ങ, നല്ല പഴുത്ത് തുടുത്തിരിക്കുന്ന മാങ്ങയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. സോ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നല്ല വിത്തുകളെ സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്? മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് ഓടിച്ച് നോക്കുക, ഏതൊക്കെയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒരു എന്താ പറയാ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്തുണ്ട് ഈ പറയുന്ന നല്ലൊരു തക്കാളി ഉണ്ട് അല്ലെ, നല്ലൊരു തക്കാളി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടാത്ത വേറൊരു കുറച്ച് ചീഞ്ഞ് പഴുത്ത് അല്ലെങ്കിൽ ചീഞ്ഞ് കേട് വന്നിട്ടുള്ള ഒരു തക്കാളി ഉണ്ട്. അപ്പൊ നമ്മൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? ഒന്നാണോ അതോ രണ്ടാണോ? സ്വാഭാവികമായിട്ടും കേട് വന്നിട്ടുള്ള സാധനങ്ങളെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തും. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുമ്പോൾ, നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഫ്രൂട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റി? സെലക്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ സാറ് കാണിച്ചാൽ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക ആദ്യമായിട്ട്. ദെൻ അടുത്തത്, നമുക്ക് വിത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റിൽ നിന്ന് ആയിരിക്കും നമുക്ക് വിത്ത് എടുക്കാനായിട്ട് പറ്റുക? സ്വാഭാവികമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും ചെറിയ പ്ലാന്റിന്റെ വിത്ത് നമുക്ക് വേണോ? വേണ്ട, നമുക്ക് ആ വിത്തൊന്നും വേണ്ട. ഇതോ നല്ല എന്താ പറയാ, കുറെ നല്ല എന്താ പറയാ, ഒരു യങ് ഏജ്, ഒരു മിഡിൽ ഏജിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ ആണ് ഫ്രൂട്ട് ഉള്ളത്. ഈ ഫ്രൂട്ടിൽ നിന്നുള്ളത് വേണോ? അതാണ് നമുക്ക് വേണ്ടത്. ഈ ഇലയൊക്കെ കൊഴിഞ്ഞു പോയത് വേണോ? വേണ്ട. അതായത് ഒരു പ്ലാന്റിന്റെ ലൈഫ് സ്പാനിൽ തന്നെ മിഡിൽ ഏജിലുള്ള ഈ പ്ലാന്റിൽ നിന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിത്ത് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറെ മാങ്ങയുള്ളതെന്ന് വേണോ, അതോ പേരിന് ഇവിടത്തെ മാങ്ങയൊന്നും കാണാനില്ല, ചിലപ്പോൾ 1-2 മാങ്ങ അതിനകത്തെങ്ങാനും ഉണ്ടായിരിക്കും, അങ്ങനെ അകത്തുള്ളതാണോ വേണ്ടത്? അതോ കുറെ മാങ്ങയുള്ള ഈ ഒരു എന്താ പറയാ, ഈ ഒരു മാവിലയാണോ നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഇത് തന്നെ മതി.
നമുക്ക് ഇത് തന്നെ മതി അല്ലേ. നമ്മളെല്ലാവരും കുറേ മാങ്ങ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, വിത്തെടുക്കുമ്പോഴും അതേപോലത്തെ ഒരു മാവിൽ നിന്നുള്ള മാങ്ങയിൽ നിന്നുള്ള വിത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, എടുക്കുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് സൂപ്പറായിട്ട് പറയാൻ പറ്റിയില്ലേ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനിയും എഴുതി വെക്കേണ്ടത്. പ്ലാന്റ് വിത്ത് ഹൈ yield, നല്ല ഉൽപാദന ശേഷിയുള്ള കുറെ മാങ്ങ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുറെ ഫ്രൂട്ട് ഉണ്ടാവുന്ന മരത്തിലത്തെ വിത്താണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഡിസീസ് ഫ്രീ പ്ലാന്റ്. എന്താണ് ഡിസീസ് ഫ്രീ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ? ഡിസീസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ് എന്നാണ് അർത്ഥം? അല്ല, ഡിസീസ് ഇല്ലാത്തത്. ഓക്കെ, രോഗം ഇല്ലാത്ത പ്ലാന്റ്സിനെയാണ്, രോഗമില്ലാത്ത സസ്യം. ദെൻ അടുത്തത് ഹെൽത്തിയർ പ്ലാന്റ് ആയിരിക്കണം, നല്ല ആരോഗ്യമുള്ള ചെടിയായിരിക്കണം, നല്ല ആരോഗ്യമുള്ള ചെടിയായിരിക്കണം. ദെൻ അടുത്തത് പറയുന്നത് സീഡ്സ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റൈപ്പൻഡ് ഫ്രൂട്ട്, അതായത് നല്ല പഴുത്ത ഫ്രൂട്ടിൽ നിന്നുള്ള, നല്ല പഴുത്ത ഫലത്തിൽ നിന്നുള്ള വിത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ദെൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്, മധ്യകാലത്തുണ്ടായ മൂപ്പെത്തിയ ചെടിയായിരിക്കണം. അതായത് ഒരു മിഡിൽ ഏജിലുള്ള, ഒരു വളരെ ചെറിയ ചെടിയിൽ നിന്നും വിത്തെടുക്കാനായിട്ട് പാടില്ല. ഭയങ്കര കൊഴിഞ്ഞു വീഴാറായ അല്ലാന്നുണ്ടെങ്കിൽ നശിച്ചു പോവാറായ ഒരു പ്ലാന്റിൽ നിന്നും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, വിത്തെടുക്കാനായിട്ട് പാടില്ല. ദെൻ അടുത്തത് ബ്രോക്കൺ ഓർ ക്രഷ്ഡ് സീഡ്സ് ആർ അവോയ്ഡഡ്, അതായത് കട്ടായി പോയ, അതായത് ബ്രോക്കൺ മുറിഞ്ഞു പോയ വിത്തുകൾ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേടുപാടുകളുള്ള പൊട്ടിപ്പോയ വിത്തുകൾ, ഇതൊന്നും നമ്മൾ പ്ലാന്റ് ചെയ്യാൻ, കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെയാണ്? പ്ലാന്റ് വിത്ത് ഹൈ yield, ഡിസീസ് ഫ്രീ പ്ലാന്റ്, ഹെൽത്തിയർ പ്ലാന്റ്, സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റൈപ്പൻഡ് ഫ്രൂട്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്, അതേപോലെ തന്നെ ബ്രോക്കൺ ഓർ ക്രഷ് സീഡഡ് ആർ അവോയ്ഡഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഉൽപാദന ശേഷിയുള്ള ചെടിയായിരിക്കണം, രോഗമില്ലാത്ത സസ്യമായിരിക്കണം, ആരോഗ്യമുള്ള ചെടിയായിരിക്കണം, മധ്യകാലത്തുണ്ടായ മൂപ്പെത്തിയ ചെടിയായിരിക്കണം, കേടുവന്ന വിത്ത് ഒഴിവാക്കണം. ഇതൊക്കെ നമുക്ക് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെലക്ട് ചെയ്യുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല വിത്ത് തിരഞ്ഞെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് അവിടെ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയാനായിട്ടുള്ളത്, നിങ്ങളെ പോലത്തെ ഒരു പയ്യൻ ഇവിടെ നിന്ന് ആലോചിക്കുകയാണ്, വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുണ്ടാവുമല്ലോ. ശരിയാണല്ലോ, വെണ്ട പയറിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടധികം വിത്ത് ഉണ്ടല്ലോ. അടുത്ത ഇവന്റെ സംശയമാണ്, അവയെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാമോ? അതായത് ഈ എല്ലാ വിത്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമോ, ഈ പറയുന്ന തൈ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? അത് നല്ലൊരു സംശയമാണ് അല്ലെ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ? അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത് എന്താണ്, അവയിൽ നിന്ന് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തെരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അവന്റെ അടുത്തൊരു സംശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയൊക്കെയാണ് നല്ല വിത്ത് തെരഞ്ഞെടുക്കാം എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുഞ്ഞൊരു ടേബിൾ ആയിട്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു നല്ല വിത്ത് തെരഞ്ഞെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ കാര്യങ്ങളാണ്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിംഗ് ദ സീഡ്സ് ആർ ഗിവൻ ബിലോ, പുട്ട് ദ ടിക്ക് മാർക്ക് ഇൻ ദ അപ്രോപ്രിയേറ്റ് ബോക്സ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം എന്താ പറയാ ടേബിൾ തന്നെയാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഒരു ഇച്ചിരി നല്ല മാങ്ങി കണ്ണു മൂക്കൊക്കെ വരച്ചു കൊടുത്തു എന്നുള്ള ഒരു വ്യത്യാസം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഓരോരോ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റ് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ, സീഡ് കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട പ്ലാന്റ്, അതായത് വിത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ട പ്ലാന്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ്. ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നമുക്ക് നോക്കാം. ലോ ഈൽഡിങ്, വളരെ കുറച്ച് മാത്രം ഫ്രൂട്ട്സ് തരുന്നത് നമുക്ക് വേണോ? നമ്മുടെ എക്സ്പെക്ടേഷൻ തന്നെ മാവ് നിറയെ മാങ്ങയാണ്, അപ്പൊ നമുക്കത് വേണോ? നമുക്കത് വേണ്ട. അപ്പൊ അവിടെ ഒരു ഇൻഡ്യൂ ഇട്ട് കൊടുക്കുക, നമുക്കത് വേണ്ട. ദെൻ അടുത്തത് ഹൈ ഈൽഡിങ് ആയിട്ടുള്ളത്, കുറേ ഫ്രൂട്ട്സ് തരുന്നത്, കുറേ മാങ്ങ തരുന്നത്, കുറേ ആപ്പിൾ തരുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആണല്ലേ. അപ്പൊ നമുക്ക് ഹൈ ഈൽഡിങ് ആയിട്ടുള്ളത് എന്ത് ചെയ്യാം, അത് ഞങ്ങൾക്ക് വേണം സാർ എന്ന് പറയാം. ദെൻ ഹെൽത്തി പ്ലാന്റ് വേണോ, ആരോഗ്യമുള്ള ചെടി വേണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആരോഗ്യമുള്ള ചെടി അതെന്തായാലും വേണം, ആരോഗ്യമുള്ളതിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് വേണോ, അതായത് ഇച്ചിരി അസുഖങ്ങളൊക്കെ ഉള്ളത്, അസുഖമുള്ള പ്ലാന്റിനെ വേണ്ടോ? ഒരു വിത്ത് തെരഞ്ഞെടുക്കുമ്പോൾ അസുഖമുള്ള പ്ലാന്റ് നമ്മൾ തെരഞ്ഞെടുക്കൂ? ഇല്ല. അപ്പൊ നമുക്കത് വേണ്ട, അത് വേണ്ട. ദെൻ സ്റ്റണ്ടഡ് ഗ്രോത്ത്, അതായത് വളർച്ച മുരടിച്ചു പോയിട്ടുള്ള ഒരു വിത്തിനെ നമുക്ക് വേണോ? അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നുന്നുണ്ടായിരിക്കും, അത് വേണ്ട സാർ, എന്താ വേണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കണം നമ്മുടെ പ്ലാന്റിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. വിത്ത് തെരഞ്ഞെടുക്കുന്ന പ്ലാന്റിനെ സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അടുത്തത് ഫ്രൂട്ട് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. ഫ്രൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, അതായത്
പ്ലാന്റ്സിന്റെ വളരെ കുട്ടിക്കാലത്ത് വളരെ കുഞ്ഞു പ്ലാന്റ് ആയിരുന്ന സമയത്ത് ഉണ്ടായ ഫ്രൂട്ട് നമുക്ക് വേണോ? നമുക്കത് വേണ്ട അല്ലെ? അപ്പൊ നമുക്കത് വേണ്ട വളരെ ചെറുതൊന്നും നമുക്ക് വേണ്ട. അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, അതായത് അവസാനത്തെ പ്ലാന്റ് നമുക്ക് വേണോ? അതും നമുക്ക് വേണ്ട. Then fruits formed at the middle of plants lifespan, ഏതാണ് ഒരു യങ് സ്റ്റേജിൽ ഒരു മിഡിൽ മധ്യകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണം അല്ലെ? അപ്പൊ ഒരു മിഡിൽ ലൈഫ് സ്പാനിൽ ഉണ്ടായ ഒരു മധ്യകാലത്ത് ഉണ്ടായിട്ടുള്ള ഫ്രൂട്ട് ആണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം സാർ. ഞാൻ അടുത്തത് ഫുള്ളി റൈപ്പൻഡ് ആയത് വേണോ? അതായത് നന്നായി പഴുത്തത് വേണോ? അത് വേണം. നല്ല പഴുത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. നോട്ട് റൈപ്പൻ അത് ഞങ്ങൾക്ക് വേണ്ട. ഇത് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലേ? സെറ്റ് അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ഉള്ളത് ഏത് സീഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, നല്ല ഷേപ്പ് ഉള്ള ഒരു സീഡ് വേണോ? നല്ല ഭംഗിയിലിരിക്കുന്ന നല്ല ഷേപ്പ് ഉള്ള ഒരു സീഡ് അത് ഞങ്ങൾക്ക് വേണം. ഓക്കെ ദെൻ അടുത്തത് ഹാവ് നോർമൽ വെയിറ്റ്, ഒരു സാധാരണ വെയിറ്റ് ഉള്ളത്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വിത്താണെങ്കിൽ അത് എന്തായാലും വേണം. അത് എന്ത് ചോദ്യം സാർ? ദെൻ ഹാവ് ഡാമേജ്ഡ് സീഡ് കോഡ്, ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരിക്കും സീഡിന്റെ പുറന്തോട്, അത് നമുക്ക് വേണോ? ഡാമേജ് ആണ്, അപ്പൊ അത് വേണ്ട. അപ്പൊ നമുക്ക് എന്ത് പറയാം? അത് വേണ്ട. ദെൻ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതോ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് വേണ്ട. ഓക്കെ നോർമൽ സൈസ് ആയിട്ടുള്ളതാണെങ്കിൽ, ഒരു നോർമൽ സൈസ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കത് വേണം. ഓക്കെ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഒരു സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ്, ഘടകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സീഡ്സ് ഗിവൻ ബിലോ. പുട്ട് ദ ടിക്ക് മാർക്ക്, ഇത് എല്ലാ ടിക്ക് മാർക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? നല്ല സൂപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ അതിന്റെ മലയാളം കൂടിയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്തൊക്കെയാണ് നമുക്ക് തിരഞ്ഞെടുക്കുന്നത്? അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് അടയാളം ചേർക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അടുത്തത് വിത്തെടുക്കുന്ന ചെടി കായ്ഫലം കുറവുള്ളത്, വിത്തെടുക്കുന്ന ചെടി വേണ്ട. അതേപോലെ തന്നെ കായ്ഫലം കൂടുതലുള്ളതാണെങ്കിലോ അത് നമുക്ക് വേണം. ആരോഗ്യമുള്ള ചെടി നമുക്ക് വേണം. രോഗബാധയുള്ളതോ അത് നമുക്ക് വേണ്ട. വളർച്ച മുരടിച്ചതോ അതും നമുക്ക് വേണ്ട. ദെൻ വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലത്തിന്റെ ആദ്യമുണ്ടായ ഫലം അത് വേണ്ട അല്ലെ? അവസാനമുണ്ടായ ഫലം അതും വേണ്ട. മധ്യകാലത്തുണ്ടായ ഫലം അത് ഓക്കെയാണ് നമുക്ക്. മൂപ്പെത്തിയതോ, അതായത് പഴുത്തത് നമുക്ക് വേണം. മൂപ്പെത്താത്തത്, പഴുക്കാത്തത് നമുക്ക് വേണ്ട. തിരഞ്ഞെടുക്കുന്ന വിത്ത് സ്വാഭാവിക ആകൃതിയുള്ളതാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. സ്വാഭാവിക ഭാരമുള്ളതാണെങ്കിലോ അതും സെറ്റാണ്. പുറം തോടിൽ കീഴുള്ളതാണെങ്കിലോ അത് നമുക്ക് വേണ്ട. ഭാരം കുറഞ്ഞതാണെങ്കിലോ അതും വേണ്ട. സ്വാഭാവിക വലുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് വേണം. ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ പറയുന്ന വിത്തിനെ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? നമ്മൾ നല്ല സൂപ്പറായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റ് അല്ലേ? വിത്ത് തെരഞ്ഞെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? കൃഷി ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ നല്ല നല്ല ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കഴിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ അതാണ് പറയുന്നത്. അടുത്തത് ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്ടഡ് ഫോർ ബെറ്റർ ഈൽഡ്. നല്ല ഇതേപോലത്തെ വിളവൊക്കെ ലഭിക്കാൻ വേണ്ടി നല്ല ഗുണമേന്മയുള്ള വിത്ത് തന്നെ തിരഞ്ഞെടുക്കണം. അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. ഫോർ ദിസ് ദ റെസ്പെക്റ്റീവ് പ്ലാന്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഷുഡ് ഓൾസോ ഹാവ് ഗുഡ് ക്വാളിറ്റി. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വിത്ത് സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. ദെൻ ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദീസ് പ്ലാന്റ്സ് ഡു സാപ്ലിംഗ് ഫോം? ഏതൊക്കെ ഭാഗത്തിൽ നിന്നാണ് ഈ പറയുന്ന സാപ്ലിംഗ് ഉണ്ടാവുന്നത്? ഒബ്സർവ് ദ പിക്ചർ ഗിവൻ ബിലോ ആൻഡ് ഫ്രം വിച്ച് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ഡു സാപ്ലിംഗ്സ് ഫോം? വിത്തിൽ നിന്ന് ഏതൊക്കെ പ്ലാന്റ്സിലാണ് നമ്മൾ ഏതൊക്കെ ഭാഗത്ത്? അപ്പൊ ഞാൻ സാറ് ഒരു ഇമേജ് കാണിച്ചു തരുന്നുണ്ടായിരിക്കും. ആ ഇമേജിൽ ഏതൊക്കെ, ഇപ്പൊ നമ്മൾ എല്ലാതും വിത്തിൽ നിന്ന് തന്നെ ആയിരിക്കുന്നുണ്ടായിരിക്കില്ല ഈ പറയുന്ന പ്ലാന്റ് വളർത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഈ പറയുന്ന വേറെ വേരിൽ നിന്നൊക്കെ ആവും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവയുടെ ഏത് ഭാഗത്തു നിന്നാണ് സാധാരണ പുതിയ തൈ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഇത് നമുക്കറിയാം അല്ലെ? നമ്മുടെ നീം എന്നൊക്കെ വിളിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമലി ഇതിന്റെ വേറൊരു വെറൈറ്റി നമ്മൾ കറിയിലൊക്കെ ഇടുന്ന കറി ലീഫ് എന്ന് പറയും. ഓക്കെ കറിവേപ്പില. ബേസിക്കലി ഈ കറിവേപ്പിലക്കൊക്കെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിത്ത് ഇട്ടിട്ട് കറിവേപ്പില മുളപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കറിവേപ്പിലയുടെ ചെടി മുളപ്പിക്കുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടായിരിക്കില്ല അല്ലെ? അപ്പൊ അതെന്തായിരിക്കും അതിന്റെ കാരണം? കറിവേപ്പിലക്ക് വിത്ത് ആയിരിക്കില്ല.
അതെന്തായിരിക്കും? കറിവേപ്പിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക അതിന്റെ വേരിൽ നിന്നായിരിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു വേപ്പിന്റെ മരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വേപ്പിന്റെ മരത്തിന്റെ വേരിൽ നിന്ന് ഒരുപാട് വേപ്പിന്റെ തൈകൾ, വേപ്പിന്റെ എന്താ പറയാ സാപ്ലിങ്സ് മുളച്ച് വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സീഡ്ലിങ്സ് മുളച്ച് വരുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. സീഡ്ലിങ്സ് അല്ല, സാപ്ലിങ്സ്, തൈ ചെടികൾ മുളച്ച് വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതിനെയാണ് നമ്മൾ നീം അതായത് വേപ്പ് അല്ലെങ്കിൽ കറി വേപ്പില, കറി ലീഫ് എന്നൊക്കെ നമ്മൾ പറയും. ഇത് കറി ലീഫ് അല്ല, ഇത് നമ്മുടെ നോർമൽ ആര്യവേപ്പാണ്. പക്ഷെ ഇതേപോലെ തന്നെയായിരിക്കും നമ്മുടെ കറി ലീഫിലും വരുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തത് നമുക്ക് കാണാനായിട്ടുള്ളത് എന്താണ്? ഈ സാധനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, നമ്മുടെ എന്താണ്? ജിഞ്ചർ ആണ് അല്ലെ, നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഞ്ചിയുടെ വിത്ത് കണ്ടിട്ടുണ്ടായിരിക്കില്ല, കാരണം ഇഞ്ചി വിത്തിൽ നിന്നായിരിക്കില്ല എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇഞ്ചി വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണും, ചിലപ്പോൾ വേരാണോ എന്ന് നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. ബേസിക്കലി ഇതൊരു വേരല്ല, ഇതൊരു കൈൻഡ് ഓഫ് സ്റ്റെം ആണ്. ഈ സ്റ്റെമ്മിനെ നമ്മൾ വിളിക്കുന്നതാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം അഥവാ ഭൂകാണ്ഡം എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഭൂകാണ്ഡം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ജിഞ്ചർ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കാം. ദെൻ അടുത്തത് വരുന്നത് ഏതാണ്? ഇത് നമുക്കറിയാം അല്ലെ, ഇതെന്താണ്? നമ്മുടെ ഉരുളക്കിഴങ്ങ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലേസ് ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം പൊട്ടറ്റോ, നമ്മുടെ സ്വന്തം ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങും ബേസിക്കലി എന്ത് തന്നെയാണ്? ഈ പറയുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന പുതിയ തൈ ചെടികൾ ഉണ്ടാവുന്നത്. ബേസിക്കലി ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ഇതിൽ നിന്ന് ചെറിയ ചെറിയ മുളകൾ പൊട്ടി വരുന്നത് കണ്ടോ? ദെൻ അതിങ്ങനെ വളർന്ന് വേറെ തൈച്ചെടിയായിട്ട് മാറുകയാണ്. അതിൽ നിന്നാണ് ബേസിക്കലി ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുക. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, വിത്തിൽ നിന്ന് മാത്രമല്ല വേറെ കുറെ സാധനങ്ങളിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാനായിട്ട് പറ്റും? ചെടി ഉണ്ടാക്കാനായിട്ട് പറ്റും എന്ന് നമുക്കറിയാം. എന്താണ്? നമ്മുടെ ചെമ്പരത്തി അല്ലെ. ചെമ്പരത്തി അല്ലെങ്കിൽ ഹിബിസ്കസ് എന്നാണ് നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ടായിരിക്കാം. പല തരത്തില് പല കളറിൽ നമുക്ക് എന്ത് കാണാനായിട്ടുണ്ടായിരിക്കും? ചെമ്പരത്തിനെ കാണാനായിട്ടുണ്ടായിരിക്കും അല്ല. ഈ ചെമ്പരത്തിയൊക്കെ വിത്തിൽ നിന്നാണോ ഉണ്ടാവുന്നത്, അതോ വേരിൽ നിന്നാണോ ഈ ചെമ്പരത്തി ഒക്കെ ഉണ്ടാവുന്നത്? നിങ്ങൾ ചെമ്പരത്തി ഒക്കെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്ലവർ ആണ് അല്ലെ. അപ്പൊ ഈ ചെമ്പരത്തി ബേസിക്കലി എന്തിൽ നിന്നാണ്? വിത്തിൽ നിന്നല്ല. അത് എന്തിൽ നിന്നാണ്? ഈ പറയുന്ന പ്ലാന്റിൽ നിന്നാണ്. അതായത് പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തണ്ടിൽ നിന്നാണ്. ഓക്കെ, തണ്ടിൽ സ്റ്റെമ്മിൽ നിന്നാണ് ബേസിക്കലി ഈ ചെമ്പരത്തി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, വളർത്തുന്നുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലോ അതേപോലത്തെ ഒരു ചെമ്പരത്തി കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ചെടിയോടൊക്കെ പറിച്ചു വരേണ്ട ആവശ്യം ഉണ്ടാവും ഇല്ല. അതിന്റെ ചെറിയൊരു തണ്ടോ ചെറിയൊരു കമ്പൊക്കെ നട്ടിട്ടായിരിക്കും ആ കമ്പ് കുഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പിൽ നിന്ന് വേര് വന്നിട്ട് അത് വലിയ പ്ലാന്റ് ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയാണ് ചെമ്പരത്തി ഒക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് നമുക്ക് പറയാനായിട്ടുള്ളത് റോസ് ഫ്ലവർ ആണ്. അപ്പൊ ഈ റോസ് ഫ്ലവറിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതും തണ്ടിൽ തന്നെയാണ്. തണ്ട് വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ പറയുന്ന റോസാപ്പൂവിനെയൊക്കെ വളർത്തുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്കിപ്പോ അപ്പുറത്തെ വീട്ടില് നല്ല ഭംഗിയുള്ള ഒരു റോസാ ചെടി ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നമ്മൾ പറയും, ചേച്ചി ഒരു ഇച്ചിരി റോസിന്റെ വിത്ത് തരുമെന്നാണോ നമ്മൾ പറയാ? അല്ല, ആ ഒരു റോസിന്റെ ഒരു കമ്പ് തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, വീട്ടിൽ പോയിട്ട് അത് നട്ട് കഴിഞ്ഞാൽ നല്ല റോസാപ്പൂ എനിക്കും കിട്ടുമല്ലോ. സോ തണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് വരുന്നുണ്ടായിരിക്കും, ഇതേപോലെ ഇങ്ങനെ വേര് വളരുന്നുണ്ടായിരിക്കും. സോ സ്റ്റെമ്മിൽ നിന്ന്, കാണ്ഡത്തിൽ നിന്ന് വളർത്തിയെടുക്കാവുന്ന ചെടികളാണ് റോസ്, അതേപോലെ തന്നെ ചെമ്പരത്തി ഒക്കെ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത്, ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ എന്ന് എനിക്കറിയില്ല. ഓരോരോ നാട്ടിൽ ഓരോരോ പേരുകളാണ്. അതായത് ഇത് നോർമലി ഇത് ടാപ്പിയോക്കയാണ്, കൊള്ളി എന്ന് നമ്മൾ ഇവിടെ തൃശ്ശൂരിൽ പറയും. ചില നാട്ടിൽ കപ്പ എന്ന് പറയും, ചില നാട്ടിൽ മരച്ചീനി എന്ന് പറയും, ചില നാട്ടിൽ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും, ചില നാട്ടിൽ കിഴങ്ങ് എന്ന് പറയും, ചീനി എന്നൊക്കെ പറയുന്ന കുറെ സ്ഥലങ്ങളിൽ പല പേരുകൾ അറിയപ്പെടുന്നതാണ്. ബേസിക്കലി ഇതും എന്തിൽ നിന്ന് തന്നെയാണ്? സ്റ്റെമ്മിൽ നിന്ന് തന്നെയാണ് വളരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ ടാപ്പിയോക്കയാണ്. ടാപ്പിയോക്ക കണ്ടോ, സ്റ്റെമ്മാണ് കുഴിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്തത് നമുക്ക് നമ്മുടെ കുരുമുളക്. ഓക്കെ, പെപ്പർ ആണെന്നുണ്ടെങ്കിലും സ്റ്റെമ്മിൽ നിന്ന് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇത് വളർന്നു വരുന്നുണ്ടായിരിക്കാം. ദെൻ ഇതെന്താണെന്ന് അറിയാവോ? ഇത് കാണുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ ഒരു ഇലയിൽ നിന്ന് ഒരു ഇല ഉണ്ടാവുന്ന ഒരു പ്രതീതി, നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെയാണ് നമുക്ക് വെക്കാവുന്നതാണ്. ഇതിന്റെ പേരാണ് ഇലമുളച്ചി എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നുണ്ടായിരിക്കും. ഇംഗ്ലീഷിൽ അതിനെ ബ്രയോഫില്ലം എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇലയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്ലാന്റ്സിനെ വളർത്താനായിട്ട് പറ്റും. അത്തരത്തിലുള്ളതാണ് നമ്മുടെ ബ്രയോഫില്ലം. വേറെ കുറച്ചുകൂടി നല്ലൊരു ഇമേജ് കാണിച്ചു തരാം. കണ്ടോ, ഇലയിൽ നിന്ന് തന്നെയാണ് അതിന്റെ വേരുകളൊക്കെ വന്നിട്ടുള്ളത്. സോ ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക, ബ്രയോഫില്ലം എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റിന്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന ആൾക്കാരെ വളർത്താനായിട്ട് പറ്റും. സോ
നമുക്ക് നോക്കാം. കറി ലീഫ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? റൂട്ടിൽ നിന്നാണ്. ദെൻ ജിഞ്ചർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഭൂകാണ്ഡത്തിൽ നിന്നാണ്. ബ്രയോഫില്ലം, ഇലമുളച്ചി ആണെന്നുണ്ടെങ്കിൽ ലീഫിൽ നിന്നാണ്. പെപ്പർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? പ്ലാന്റ്സിനെ ഒക്കെ വളർത്തുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ബേസിക്കലി അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. ദെൻ അടുത്തത് നമുക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഒരു ചെടീനെ നമുക്ക് എങ്ങനെയാണ് വളർത്താനായിട്ട് പറ്റുക. എന്തറിയാം, നമ്മൾ പറഞ്ഞു സീഡിൽ നിന്നും ചെടി വളരുന്നുണ്ട്, വേറെ കുറെ ഭാഗങ്ങളിൽ നിന്നും ചെടി വളരുന്നുണ്ട്. അപ്പൊ സീഡിൽ നിന്ന് വളരുന്ന ചെടി എങ്ങനെയാന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, കണ്ടോ? ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ചെടി വളരുന്നുണ്ടായിരിക്കുക അല്ലേ? അപ്പോ സീഡിൽ നിന്ന് ഈ ഒരു ചെടി വളരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എത്ര അടിപൊളിയായിട്ടാണ് ഈ പ്ലാന്റ് വളരുന്നത് നോക്കൂ. ഒരു വിത്ത് കുഴിച്ചിടുന്നു, അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു, കണ്ടോ? ഓക്കെ, അതിനെയാണ് നമ്മൾ സീഡിൽ നിന്ന് വളരുന്ന ചെടി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതിനെ നമ്മൾ ബേസിക്കലി എന്തായിരിക്കും നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കാം? നമ്മുടെ ഈ പറയുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. കണ്ടോ? ഇതൊക്കെ ഏതിൽ നിന്ന് മുളച്ചു വരുന്നതാണ്? നമ്മുടെ വിത്തിൽ നിന്ന് മുളച്ചു വരുന്ന ചെടികളിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഒരു ചെടി വളരുന്നത് അതിന്റെ വിത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനം. ക്ലിയർ ആണോ? ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ആദ്യം ഒരു വിത്ത്, ആ വിത്തിൽ നിന്ന് ചെറിയൊരു മുള, ആദ്യം വേരാണ് വരുന്നുണ്ടായിരിക്കുക, പിന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അതിങ്ങനെ വളർന്ന് തണ്ട് വരുന്നുണ്ടായിരിക്കും, പിന്നെ ഇല വളർന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ചെടി, സീഡിൽ നിന്ന് ഒരു ചെടി വളരുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രത്യുൽപാദനത്തെ നമ്മൾ വിളിക്കുന്നതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ന്യൂ ഓഫ് സ്പ്രിംഗ് ഫ്രം ദ സീഡ് ഈസ് കോൾഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വിത്തിൽ നിന്ന് പുതിയ തൈകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഓഫ് സ്പ്രിംഗ് ഫ്രം ദ സീഡ് ഈസ് കോൾഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണ്, ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വിളിക്കുന്നു. ദെൻ അടുത്തത്, ചില പ്ലാന്റ്സിന് നമ്മൾ ഈ പറഞ്ഞ പോലെ വിത്തിൽ നിന്ന് മാത്രമല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതൊക്കെയുണ്ട്? ലീഫിൽ നിന്ന് ചിലപ്പോൾ വളരുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ സ്റ്റെമ്മിൽ നിന്ന്, മലയാളത്തിൽ അതിനെ കാണ്ഡം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ റൂട്ടിൽ നിന്ന് ചിലപ്പോൾ വളരുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇത് വളരുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ, ലീഫിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ റൂട്ട്സിൽ നിന്നോ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നോ വളരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പോ ഈ ഒരു ഭാഗങ്ങളെ, ലീഫിനെയും സ്റ്റെമ്മിനെയും റൂട്ടിനെയും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെയും ഒക്കെ നമ്മൾ വിളിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള പേരുണ്ട്. അതിനെയാണ് വെജിറ്റേറ്റീവ് പാർട്സ് അഥവാ കായിക ഭാഗങ്ങൾ എന്നാണ് വിളിക്കുക. അപ്പൊ ഇതിലേതെങ്കിലും കായിക ഭാഗത്തിൽ നിന്നാണ്, വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നാണ് ചെടി വളരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം. ഓക്കെ, കായിക പ്രജനനം. അപ്പൊ നമുക്ക് അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, സ്റ്റെമ്മിൽ നിന്ന് വളർന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് വളർന്നിട്ടുണ്ട്, ഇലയിൽ നിന്ന് വളർന്നിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് കായിക പ്രജനനം, എന്താണ്, എങ്ങനെയാണ് ഇതിന് കറക്റ്റ് ആയിട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ആൻസർ എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. The process of production of new saplings from the vegetative parts of the plants like root, stem, leaf and underground stem is called vegetative propagation. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക? കായിക പ്രജനനം എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. സെറ്റ് അല്ലേ? അപ്പൊ അതാണ് രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ് പ്ലാന്റ്സിൽ നടക്കുന്നുണ്ടായിരിക്കുക. ആദ്യത്തെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, രണ്ടാമത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ഒരു വിത്തിൽ നിന്നാണ് ഒരു ചെടി വളരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും. അതല്ല, ഈ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, അതേപോലെ തന്നെ ഭൂകാണ്ഡം, ഇല എന്നിവയിൽ നിന്നാണ് ഒരു ചെടി വളരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ഈ പറയുന്ന കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. ദെൻ ഇതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ കൂടിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. സോ അതും കൂടെ നമുക്ക് ഒന്ന് നോക്കാം, എന്തൊക്കെ എക്സാമ്പിളുകളാണ് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൂട്ടിൽ നിന്നാവാം, സ്റ്റെമ്മിൽ നിന്നാവാം, ലീഫിൽ നിന്നായിരിക്കാം, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാവാം, അഥവാ വേരിൽ നിന്നായിരിക്കാം. കാണ്ഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തണ്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് കാണ്ഡം.
ദെൻ ലീഫ് ഇല, ദെൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഭൂകാണ്ഡം. അപ്പൊ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ റൂട്ടിൽ നിന്ന് വളരുന്ന ചെടികൾ ഏതൊക്കെയാണ്? നമ്മുടെ കടപ്ലാവ്, ബ്രെഡ് ഫ്രൂട്ട് എന്നൊക്കെ നമ്മൾ പറയും, കടപ്ലാവ്. അതേപോലെ തന്നെ കറി ലീഫ്, നമ്മുടെ വേപ്പില. ദെൻ അസാഫിറ്റിഡ. അസാഫിറ്റിഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായമുണ്ടല്ലോ, ആ കായം ബേസിക്കലി ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. സോ അസാഫിറ്റിഡ കായച്ചെടി. സാൻഡൽവുഡ് ചന്ദനം, അതേപോലെ തന്നെ ആഞ്ഞിലിയൊക്കെ റൂട്ടിൽ നിന്ന് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ദെൻ സ്റ്റെമ്മിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, കാണ്ഡത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് മുരിങ്ങ, പെപ്പർ പ്ലാന്റ്, റോസ്, ജാസ്മിൻ ആൻഡ് ഹിബിസ്കസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. ദെൻ ലീഫിൽ നിന്നാണെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഏതൊക്കെ? ബ്രയോഫില്ലം, അതേപോലെ തന്നെ ബ്രയോഫില്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇലമുളച്ചി, അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ദ നൈറ്റ് നിശാഗന്ധി. ദെൻ ബ്ലാക്ക് മ്യൂസെയിൽ നിലപ്പന, നമ്മൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് നിലപ്പനേനെ കാണാനായിട്ട് പറ്റും. ദെൻ ബിഗോണിയ പ്ലാന്റ്. ഓക്കെ, ബിഗോണിയ പ്ലാന്റ്. ദെൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഏതൊക്കെയാണ്? ഡിസ്കോറിയ. ഡിസ്കോറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചിൽ എന്നാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നുണ്ടായിരിക്കുക, കാച്ചിൽ. ഈ ഒരു കിഴങ്ങ് പോലത്തെ ഒരു സംഭവമാണ്. ദെൻ ഇഞ്ചി, ജിഞ്ചർ. ദെൻ കൊളക്കേഷ്യ, ചേമ്പ്, ചേമ്പ്. ഓക്കെ, ദെൻ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. ദെൻ ടെർമറിക്. ഇതൊക്കെ ഇത്തരത്തിലുള്ള നമുക്ക് ഈ പറയുന്ന സാധനങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഇവർക്കൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. ഇതൊക്കെ എല്ലാം മണ്ണിന്റെ അടിയിൽ വളരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തന്നെ ഭൂകാണ്ഡം. അപ്പൊ ഭൂകാണ്ഡം ഉപയോഗിച്ചിട്ട് വളരുന്നതിനെയാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാവുന്നതിനാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ. ദെൻ അത്രയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കായിക പ്രജനനത്തിനകത്ത് വരുന്നുണ്ടായിരിക്കുക. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനം നോക്കൂ, അത് സീഡിൽ നിന്നായിരിക്കും വളരുന്നുണ്ടായിരിക്കും. നമ്മുടെ ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ ഒക്കറ എന്നൊക്കെ പറയുന്ന നമ്മുടെ വെണ്ടക്കായ. ഓക്കെ, ദെൻ ക്യുക്കുംബർ, ദെൻ കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, മഹാഗണി. ഇതല്ലാത്ത ഒരുപാടധികം വിത്തുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്നുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമിന് എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷനും അതേപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. സീഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ, വേറെ റൂട്ടോ, സ്റ്റെമ്മോ, ലീഫ്, അണ്ടർഗ്രൗണ്ട് പോലെയുള്ള വെജിറ്റേറ്റീവ് ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും. അതിന്റെ എക്സാമ്പിളുകളാണ് ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ക്ലിയർ ആണോ ഈ ഒരു ഭാഗം? ഈ ഒരു ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഭാഗത്തിനകത്ത് സാറിന് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഇതിന്റെ ബാക്കി കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.